ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഇനി കുറച്ചധികം മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കഴിഞ്ഞ വീഡിയോ ഞാൻ എൻഡ് ചെയ്തത് മുതുമല ഫോറസ്റ്റ് കയറിയത് വെച്ചിട്ടായിരുന്നല്ലോ. ഒരു ആനയുടെ മുന്നിലൊക്കെ പെട്ടായിരുന്നു. അപ്പോൾ കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് വരാം. ഇവിടെയൊക്കെ പുലിയൊക്കെ വരുന്നുണ്ടാവും. വണ്ടിയുണ്ട്. தலைவர் நிழல் வாழ்க. അതാണ് ഒന്ന് ഒതുക്കോട്ടോ, ഒന്ന് കയറ്റിക്കോ. കൊളക്കോഴിയാ പോരാ. മധുര കരിമ്പേ അതിന്റെ കൊമ്പൊക്കെ കൊമ്പിനൊക്കെ നല്ല വിലയല്ലേ. മാനേ ഇങ്ങോട്ട് നോക്കടാ മാനേ. നാളെ തോന്നും എടുക്കണ്ടല്ലോ. പഴയത് കർണാടക പറഞ്ഞിട്ട് ഇത് തമിഴ്നാടാണല്ലോ. അവിടെ വെൽക്കം ടു ചാർജിൽ. ആ ശരിയാ. അപ്പൊ കഴിഞ്ഞിട്ട് ഇതോ ബോർഡറാണ് അല്ലേ? അത് കർണാടക ബന്ദിപ്പൂര് രണ്ടും ബോർഡർ അല്ലേ? ശരിക്കും ബോർഡർ ഇവിടെയാണ്. കർണാടകയില് നിക്കാം അല്ലേ? കർണാടകയിലേ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് നമ്മള് കേറാൻ പോവാണ്. 20 റുപ്പീസ്. ഈ മുതുമല എന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്ന് കയറിയപ്പോ നമ്മള് വീഡിയോ എടുത്തില്ലേ, അത് തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ആണ് വരുന്നത്. ബന്ദിപ്പൂർ എന്ന് പറയുന്നത് കർണാടക ഫോറസ്റ്റാ. അതാണ് നമ്മളിപ്പോ കേറിയത്. കർണാടക ഫോറസ്റ്റ് കയറുമ്പോ ആദ്യം തന്നെ നമ്മൾ കണ്ടിരിക്കുന്നു മയിലിനെ. ഒരുപാട് മയിൽ കണ്ടോ നിങ്ങള്? കണ്ടോ മയിലിടാ. ഇതുവരെ നമ്മൾ കണ്ടത് തമിഴ്നാട് മയിലിനെയാണ്. ഇത് കർണാടക മയിൽ. അങ്ങനെ അന്ന് രാത്രി നമ്മൾ മസനഗുഡിയിൽ വന്നിട്ടാണ് കേട്ടോ റൂം എടുത്തത്. നല്ല രസമുണ്ട്. മസനഗുഡി. ഞങ്ങൾ മസനഗുഡി വഴി വീട്ടിലോട്ട് ഒരു യാത്ര പോവാണ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ മറ്റേ മുതുമല ടൈഗർ റിസർവിൽ പോകാൻ നിൽക്കാം. ആണോ പീജിതാ റോഷ് അങ്ങനെ ഇറങ്ങിയാണ്ട് പോയിക്കോ.
ഒരഞ്ഞു പോണില്ല. പോരാ, അതായിട്ട് വെച്ചതായിരുന്നില്ല. വീട്ടിൽ അത്ര പോരാ. ഇന്നലെ രാത്രി കള്ളപ്പണി അഭിനയിച്ച ഒരാളുണ്ട് ദരീന്. ഹേയ് മൊണേഷ്, ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളിനി മുതുമലൈ ടൈഗർ റിസർവിൽ പോവാട്ടോ. മുതുമലൈ ഇത് ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങൾ നിന്ന് കോട്ടേജ് കേട്ടോ. ഒരു റൂം ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ മുതുമലൈ ടൈഗർ റിസർവിൽ ചെന്നിട്ട് കാണാം. பார்க்கலாம், பார்க்க முடியல. മുതുമല ടൈഗർ റിസർവിൽ അവിടെ റിസപ്ഷനിലൊക്കെ എത്തി. എന്നിട്ട് നമ്മൾ ടിക്കറ്റ്സൊക്കെ കളക്ട് ചെയ്തു കേട്ടോ. നമ്മളൊരു വാൻ സഫാരിയാണ് എടുത്തത്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കുറച്ച് ഉൾക്കാട്ടിലോട്ടൊക്കെ പോയാൽ കുറച്ചധികം മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത് കേട്ടോ. ഞാൻ മുന്നേ ഒരു തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് മൃഗങ്ങളെ കണ്ടു. നമ്മൾ ഒരു പ്രാവശ്യം ടൈഗറിനെയൊക്കെ സ്പോട്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സഫാരിയിൽ നമ്മൾ എന്തൊക്കെ മൃഗങ്ങളെയൊക്കെ കാണാൻ പോകണമെന്ന് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. ഓക്കേ.
ഞങ്ങളുടെ സഫാരിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ചോദ്യം വന്നില്ല, തീയും വന്നില്ല, ഒന്നും വന്നില്ല. പുലീനെയും കടുവേനെയും ഒന്നും കണ്ടില്ല ഗൈസ്. അപ്പോൾ ആ സങ്കടം മാറ്റാൻ ഞങ്ങൾ കുറച്ചധികം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചില സമയത്ത് പോകുമ്പോൾ നമ്മൾ പുലീനെയും കടുവേനെയും ഒക്കെ സ്പോട്ട് ചെയ്യാറുണ്ട്. ലാസ്റ്റ് സ്പോട്ട് ചെയ്ത ഡേറ്റൊക്കെ അവരവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ മസനഗുഡിയിൽ നിന്ന് യാത്ര പോവാണ്. എങ്ങോട്ട് പോകണം? ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ വേറെ എവിടെയും കയറണില്ല, നമ്മളിനി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പാക്ക് ചെയ്തെല്ലാം എടുത്തു. നമ്മൾ കുറച്ച് ഹോം മെയ്ഡ് ചോക്ലേറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കണ്ടുവരേക്കും. ബൈ ബൈ.